പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തി. മോഡി അമേരിക്കയിൽ പോയിട്ട് എന്തുണ്ടായി എന്ന് ഇവിടെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം ശരിയാണ്. പുള്ളി വാഷിങ്ടണിൽ പോയി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടു, സംസാരിച്ചു. അമേരിക്ക നിർദ്ദേശപ്രകാരം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും കയറ്റി അയക്കുന്ന സാധനങ്ങൾക്കുള്ള തീരുവ അമേരിക്കക്കാർ തീരുമാനിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എന്ന് സംഭവിച്ചു. ഇവരുടെ വക്താക്കൾ പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെ അപേക്ഷിച്ച് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതൽ, അതുകൊണ്ട് ഇന്ത്യയുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് അതാണ് കൂടുതൽ ഗുണകരം എന്നാണ്. അതേസമയത്ത് തന്നെ ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ കയറ്റി കൈക്കും കാലിനും വിലങ്ങിട്ട് കൂച്ചുവിലങ്ങും നടവിലങ്ങും ഇട്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് തള്ളുന്ന പരിപാടി അഭംഗുരം അക്ഷീണം തുടരും എന്ന് ട്രംപ് മുതലാളി പ്രഖ്യാപിച്ചു. അങ്ങനെ തന്നെ ചെയ്യണം. ഈ അനധികൃത കുടിയേറ്റക്കാരോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് മോഡിയും പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നം തീർന്നു. ഇനി അതേക്കുറിച്ച് ചർച്ചയില്ല. ഇവിടെ നിന്ന് കുടിയേറുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ടി കണ്ടമാനം പൈസ ചിലവാക്കിയാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. അവരെ യാതൊരു ചിലവും കൂടാതെ, അവരെ ഒന്നും ഒറ്റ പൈസ പോലും ഈടാക്കാതെ, അവർക്ക് ഓടിപ്പോകാൻ കൂടി അവസരം കൊടുക്കാതെ സുരക്ഷിതമായി അവരുടെ ജനിച്ച നാട്ടിൽ കൊണ്ടുവന്നാക്കുന്ന ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞ് ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും അതിൽ സന്തോഷിക്കണം. യാതൊരു കേടുപാടും പറ്റാതെ നാട്ടിൽ കൊണ്ടുവന്നാക്കുന്ന പരിപാടിയാണല്ലോ. അതും നമ്മൾ അംഗീകരിച്ചു. പിന്നെ ഇന്ത്യക്ക് ധാരാളം ആയുധങ്ങൾ തന്ന് സഹായിക്കാം എന്ന് അമേരിക്ക ഏറ്റിട്ടുണ്ട്. പണം ഡോളറിൽ തന്നെ കൊടുക്കണം എന്ന് മാത്രം. അല്ലാണ്ട് ഫ്രീ ആയിട്ട് ഓസിന് ആയുധം കൊടുക്കുന്ന പരിപാടി അമേരിക്ക നിർത്തി. പക്ഷേ ഇന്ത്യക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ, അതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് ഒരവസരം കിട്ടിയിരിക്കുകയാണ്. പിന്നെ വന്നിട്ടും പോയിട്ടും ഇതിൻ്റെ അകത്താകെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ സൂത്രധാരൻ എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും ആ ഭരണകക്ഷിയൊക്കെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. അദ്ദേഹം പാകിസ്ഥാനിൽ ജനിച്ച് കനേഡിയൻ പൗരത്വം നേടിയ ആളാണ്. അദ്ദേഹവും പുള്ളിയുടെ സുഹൃത്തായ ഡേവിഡ് കോൾമാൻ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നാണ് പുള്ളിയുടെ പേര്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതെന്ന് പറയും. അപ്പോൾ ഈ വിദ്വാനെ ഇന്ത്യക്ക് വിട്ടുതരാം എന്ന് ട്രംപ് സമ്മതിച്ചു. അദ്ദേഹത്തെ അമേരിക്കൻ കോടതി വിചാരണ ചെയ്തതാണ്. 2009 അദ്ദേഹത്തെ പിടികൂടി. ഇല്ലിനോയ് സംസ്ഥാനത്തെ ജില്ലാ കോടതി അദ്ദേഹത്തെ വിചാരണ ചെയ്തു. കുറ്റക്കാരനല്ലെന്ന് കണ്ടു. ആ കേസിൽ വിട്ടയച്ചു. അതേസമയത്ത് തന്നെ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ ബോംബ് വയ്ക്കാനുള്ള ശ്രമം നടത്തിയ എന്ന ആരോപണത്തെ തുടർന്ന് ഇദ്ദേഹത്തെ 14 കൊല്ലത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. ആ 14 കൊല്ലത്തെ തടവ് ശിക്ഷയൊക്കെ തീർന്നു. ഏതാണ്ട് നമ്മുടെ ഭാസ്കര പണിക്കരെ കൊന്ന ഷെറിൻ്റെ അവസ്ഥയിലെത്തി. ജയിലിൽ നിന്ന് പോരാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് ഇതുപോലത്തെ ഒരു കൊലപാതകം ചെയ്തത്. ഇദ്ദേഹത്തെ ഇന്ത്യക്ക് വിട്ടുകിട്ടണം എന്ന് ഇന്ത്യ ഗവൺമെൻറ് വളരെ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മൻമോഹൻ സിംഗുള്ള സമയത്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇതുവരെ വിട്ടുകിട്ടിയിരുന്നില്ല. 2023 അതായത് 2 കൊല്ലം മുമ്പ് അമേരിക്കയുടെ ഫെഡറൽ സുപ്രീം കോടതി ഈ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ വിരോധമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും അന്ന് പ്രസിഡൻ്റായിരുന്ന ബൈഡൻ സാഹിബ് അതിൽ വിരലടയാളം വയ്ക്കാൻ വിസമ്മതിച്ചു. കാരണം ബൈഡന് പാകിസ്ഥാനോടായിരുന്നു ചായ്വ്. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന കമല ഹാരിസ് ആണെങ്കിൽ ഇന്ത്യൻ വംശീയെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർക്കും പാകിസ്ഥാനോടായിരുന്നു സ്ഥായി. അങ്ങനെ ഈ റാണയെ തൽക്കാലം അവരവിടെ തന്നെ തടഞ്ഞു വെച്ചു. ഏതായാലും ട്രംപ് വന്നപ്പോൾ പുള്ളി നിലപാട് മാറ്റി. മാത്രമല്ല ബൈഡൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഉൾട്ടാ പുൾട്ടയാക്കണം എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഇതിൽ ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കോമ്പിറ്റൻറ്റ് അമേരിക്കൻ കോർട്ട് വിചാരണ ചെയ്ത് നിരപരാധി എന്ന് കണ്ടെത്തിയ ഒരാളെ പിന്നെ ഇന്ത്യ ഗവൺമെൻറ് വിട്ടുകൊടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് രണ്ടാമത് വിചാരണ ചെയ്താൽ ഒരാളെ ഒരു തവണ മാത്രമേ ഒരു കുറ്റത്തിന് വിചാരണ ചെയ്യാവൂ എന്നൊരു വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അത് ഇന്ത്യയിലെ കോടതികൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. അത് അമേരിക്കൻ കോടതി വിചാരണ ചെയ്ത് നിരപരാധി എന്ന് കണ്ടെത്തിയ ആളെ പിന്നെ ഇന്ത്യയിൽ വിചാരണ ചെയ്യുന്നത് ശരിയാണോ എന്ന ഭരണഘടനാ പ്രശ്നമുണ്ട്. പിന്നെ മാത്രവുമല്ല, ഈ റാണ എന്ന് പറഞ്ഞ ആൾക്ക് ഇതിൽ എന്തുമാത്രം ഇൻവോൾവ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഇന്ത്യയിലെ കുറ്റാന്വേഷണ ഏജൻസികൾക്ക് ഇനി തെളിയിക്കാൻ പറ്റുമോ ഇത്തരം കൊല്ലങ്ങൾക്ക് ശേഷം എന്ന ചോദ്യവും ബാക്കിയുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം മോഡിയെ സംബന്ധിച്ചിടത്തോളം റാണയെ വിട്ടുകിട്ടുന്നു എന്നുള്ളത്
വലിയ ഒരു നേട്ടമായിട്ട് അവർ വരും ദിവസങ്ങളിൽ ആഘോഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റാണയെ വിചാരണ ചെയ്യാനും കോടതി പിന്നെ എന്ത് തീരുമാനമെടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അങ്ങനൊരു ഒരു പരിണതിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഇത്രയധികം ആളുകളെ കൊന്നതിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ആളാണ്. കുറ്റം തെളിഞ്ഞാൽ പുള്ളിക്ക് എന്ത് ശിക്ഷയായിരിക്കും കിട്ടുക എന്ന് ഞാൻ പറയേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്കും ഭരണഘടനാ വിദഗ്ധന്മാർക്കും ഈ പൊതുക്കാര്യ പ്രസക്തന്മാർക്കൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമം, സുപ്രഭാതം, തേജസ്, ചന്ദ്രിക മുതലായ പത്രങ്ങളൊക്കെ ഗംഭീരമായ മുഖപ്രസംഗങ്ങൾ എഴുതും. ഹിന്ദു പത്രത്തിൻ്റെ കാര്യം ഞാൻ മറന്നുപോയതല്ല, തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ അനുകരണീയമായ ഭാഷയിൽ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യത്തെ എഡിറ്റോറിയൽ വരാൻ പോകുന്നത് ഹിന്ദുവിലായിരിക്കും. പിന്നെ ഇടതുപക്ഷക്കാരും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും KT കുഞ്ഞിക്കണ്ണനെ പോലുള്ള നവോത്ഥാന നായകന്മാരൊന്നും അവരും വെറുതെ ഇരിക്കില്ല. പക്ഷേ ഏറ്റവും വലിയ ചർച്ച നടക്കാൻ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ മീഡിയ വൺ ചാനലിൽ ദാവൂദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ച അതിഗംഭീരമായ അടുപ്പൂട്ടി ചർച്ച ഉണ്ടാവും. പക്ഷേ സാധാരണ പോലെ 10 മിനിറ്റിലോ 15 മിനിറ്റിലോ ചർച്ച തീരുകയില്ല. 1.5 മണിക്കൂറെങ്കിലും നീണ്ടുനിൽക്കുന്ന അതിഗംഭീരമായ ചർച്ചകൾ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. ആ ചർച്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.